back to my YouTube channel. എല്ലാവരും സുഖമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ്. നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അലീസ ആണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ട്രൈ ചെയ്ത് കഴിച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു ഇൻട്രോ വന്നെടുക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അലീസ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് പോയി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ പല ഭാഗത്തും പല പേരിലാണ് പറയുന്നത്. ചില ആളുകൾ അൽസ എന്നൊക്കെ പറയും, ഞാൻ അലീസ എന്നാണ് കേട്ടോ പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കണ്ണൂർ ഭാഗത്തൊക്കെയാണ് കൂടുതലും ഈ അലീസ ഒക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ പൊതുവെ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഈ റെസിപ്പി പറഞ്ഞു തന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു റിലേറ്റീവാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ, കുറച്ചല്ല ഒരു 2-3 മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് എൻ്റെതായ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കും. ഞാൻ അത്ര പെർഫെക്ഷനിലൊന്നല്ല വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. വേണോ വേണ്ട വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തപ്പിപ്പോഴ കണ്ടിട്ട് എനിക്ക് ഇൻട്രോ എടുക്കുമ്പോൾ പിന്നെ 3ാമത്തെ പ്രാവശ്യമാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസം സ്റ്റക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അലീസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പം തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 4-5 മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചാൽ മതിയാവും കേട്ടോ. തലേ ദിവസം തന്നെ ഇടണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം ഇട്ടുകൊണ്ട് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പായസം ഗോതമ്പ് എന്ന് പറഞ്ഞിട്ട് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റും, വൈറ്റ് കളറിൽ കേട്ടോ. നുറുക്ക് ഗോതമ്പം വെച്ചിട്ട് ഉണ്ടാക്കുക. പക്ഷേ എനിക്കിപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മെസ്സ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ മെസ്സ പായസം ഗോതമ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ്സാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് കേട്ടോ. ക്വാണ്ടിറ്റി അനുസരിച്ചും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ കഴുകി വെച്ചിട്ടുള്ള ഗോതമ്പ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഗോതമ്പ് ഫുള്ളായിട്ട് തന്നെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. വലുതാണെങ്കിൽ ഒരു 3 മതിന്. അപ്പോൾ ചെറുതായിട്ടാണ് ഇപ്പോൾ ഒരു 4 എണ്ണമൊക്കെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസുള്ള സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്തെങ്കിലും ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് പട്ട, ഏലക്കായ, ഗ്രാമ്പു, 3 കഷ്ണം പട്ട, ഒരു 5 ഏലക്കായ, അതുപോലെ തന്നെ ഒരു 5 ഗ്രാമ്പുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്നും കൂടേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5-6 കഷ്ണം ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഞാനിപ്പോൾ കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഒരു 1/2 ടീസ്പൂണ്. ബാക്കി നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നിങ്ങൾ വെള്ളം ചേർക്കുന്ന സമയത്ത് ഗോതമ്പിൻ്റെ മുകളിൽ പൊന്തി കിടക്കുന്ന ലെവലിൽ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം കുറവായി കഴിഞ്ഞാൽ ഗോതമ്പം അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടായിക്കോട്ടെ കേട്ടോ, ഗോതമ്പിൻ്റെ മേലെ പൊന്തി കിടക്കുന്ന രീതിയിൽ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വിസിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു 3 വിസിൽ വരെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 3 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് തുറന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലത്തെ ഏലക്കായ, ഗ്രാമ്പു, പട്ട അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ്റെ എല്ലൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ. മീറ്റും എല്ലൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾ വേവിക്കുന്ന സമയത്ത് തന്നെ ചിക്കൻ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ കുടഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ എല്ലൊക്കെ റിമൂവ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വലിയൊരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്കിലേ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചിക്കൻ്റെ എല്ലൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഗ്രാമ്പു, ഏലക്കായ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, കുറച്ച് വെള്ളം കുറവായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ആക്കുക കേട്ടോ.
ഇത് നമുക്കിനി അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ വേവിക്കുന്ന സമയത്ത് വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തപ്പോൾ കുറച്ച് കുറവായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തത്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് നല്ല പേസ്റ്റ് പോലെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എങ്കിലും ജസ്റ്റ് നമ്മൾ ആ ഗോതമ്പിൻ്റെ ഒരു കടിക്കാനൊക്കെ ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 തേങ്ങയുടെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പശുപാലിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ തേങ്ങാപ്പാലിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 തേങ്ങയുടെ പാൽ നല്ല കട്ടിയിലെടുത്തിട്ട് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കാം. അപ്പോൾ ഞാൻ തേങ്ങാപ്പാലിലൊക്കെ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറവായതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യത്തിന് തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ്. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് പശു നെയ്യാണ്, പശു നെയ്യ് തന്നെ എടുക്കാം കേട്ടോ. ഡാൽഡ ഒന്നും ഇതിലേക്ക് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതാകുമ്പോൾ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ പശു നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കാം. ഇതുവരെയുള്ള പ്രോസസ്സിംഗ് ഒക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. ഇനി അങ്ങോട്ടാണ് കുറച്ച് നമ്മൾ മെനക്കേടേണ്ടത് കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം, കൈ വിടാണ്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തിള വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ അലീസ ചിക്കൻ വെച്ചിട്ടും മട്ടൺ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇഷ്ടമുള്ള മീറ്റ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇറച്ചിയും ഒന്നും അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഗോതമ്പും തേങ്ങാപ്പാലും മാത്രമായിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ, ലോ ഫ്ലെയിമിലിട്ടിട്ടല്ല, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അടി പിടിക്കാണ്ട് ശ്രദ്ധിക്കണം, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ, കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ അലീസ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല കട്ടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇരിക്കുമ്പോൾ ഒന്ന് സെറ്റായി വരും കേട്ടോ, ഇരിക്കുന്നവരും ഇത് കട്ടി കൂടും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, താല്പര്യമില്ലെങ്കിൽ. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക. എന്നിട്ടൊരു മൂടി വെച്ചിട്ട് മൂടി വെക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കണം. തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്യാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നെയ്യിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് മതി കേട്ടോ. അതിലേക്ക് ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള സവാള, ഒരു മീഡിയം സൈസുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്ലിപ്പിങ്സ് ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഉള്ളി ബ്രൗൺ കളറായി വന്ന സമയത്ത് കാഷ്നട്ടും റൈസൻസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ അലീസ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തൂമിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും കാഷ്നട്ടും റൈസൻസും നെയ്യൊക്കെ കൂടിയത് ഇതിൻ്റെ മേലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് മിക്സ് ആക്കുന്നില്ല കേട്ടോ. ചില ആളുകൾക്ക് ഈ ഫ്ലേവർ ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനത്തെ ആളുകളാണെന്നുണ്ടെങ്കിൽ തൂമിക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഉള്ളിക്ക് പകരം ചെറിയുള്ളി വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അലീസയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ.